പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ആരാധകരുടെയും തമിഴകത്തിൻ്റെയും മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ശ്രദ്ധാകേന്ദ്രമാണിപ്പോൾ പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും. TVK അധ്യക്ഷൻ വിജയുടെ രാഷ്ട്രീയ കരുത്ത് ഇളക്കുന്ന മണ്ഡലങ്ങളാണ്. രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടത്തിൽ ഇളയ ദളപതി വിസിൽ മുഴക്കി ജയിച്ചു കയറുമോ എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സിൽ രാകേഷ്. പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും. ഈ സ്ഥലനാമങ്ങൾ പല കാലങ്ങളിൽ പല കാരണങ്ങളാൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിരന്തരം ചർച്ചയാകുന്നതിന് ഒറ്റ ഘടകമേ ഉള്ളൂ: TVK അധ്യക്ഷനും നടനുമായ വിജയുടെ സ്ഥാനാർത്ഥിത്വം. ജയലളിത അടക്കം തമിഴകത്തെ പല നേതാക്കളുടെയും പാത പിന്തുടർന്നാണ് വിജയ് 2 മണ്ഡലങ്ങളിൽ പോരിനിറങ്ങുന്നത്. பிள்ளைக்கு, உங்க அண்ணனுக்கு, உங்க தம்பிக்கு, உங்க மகனுக்கு ஒரே ஒரு வாய்ப்பு கொடுங்க. രണ്ടും നഗരമണ്ഡലങ്ങളാണ്. പെരമ്പൂർ ചെന്നൈ ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ ഒന്ന്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതിനിധീകരിക്കുന്ന കൊളത്തൂരിനോട് ചേർന്ന് കിടക്കുന്നു. സംസ്ഥാനത്തെ 4ാമത്തെ വലിയ നഗരമായ തിരുച്ചിറപ്പള്ളി ഉൾപ്പെടുന്നതാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലം. 2 മണ്ഡലങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്: ന്യൂനപക്ഷങ്ങൾ നിർണായകമാണ്, പ്രത്യേകിച്ച് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ. റെയിൽവേ കോച്ച് ഫാക്ടറിയാൽ പേരുകേട്ട സ്ഥലമാണ് പെരമ്പൂർ. ഫാക്ടറി തൊഴിലാളികളും റെയിൽവേ ജീവനക്കാരും ഇവിടെ വോട്ടർമാർ. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾക്കും ആംഗ്ലോ ഇന്ത്യൻ, ദളിത് വിഭാഗങ്ങൾക്കും നിർണായക സ്വാധീനം. റോഡുകൾ, മേൽപ്പാലങ്ങൾ തുടങ്ങി കഴിഞ്ഞ 5 വർഷത്തെ സ്റ്റാലിൻ ഭരണത്തിൽ പെരമ്പൂർ ഉൾപ്പെടുന്ന നോർത്ത് ചെന്നൈയിൽ വലിയ വികസനം നടപ്പായിട്ടുണ്ട്. പക്ഷേ വികസനത്തെക്കാൾ ഇവിടെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാണ്. മധ്യവർഗത്തിലെ താഴെത്തട്ടിലുള്ളവരിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിലും വിജയ്ക്ക് ജനപിന്തുണയുണ്ട്. മുന്നണികൾ മാറി മാറി വന്നിരുന്ന പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിജയിൽ അവർ ഒരു രക്ഷകനെ കാണുന്നു. கான்ஃபிடென்ட்டா இருங்க, நல்லதே நடக்கும், வெற்றி நிச்சயம். സിറ്റിംഗ് MLA RD ശേഖരനെ മാത്രമല്ല, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന DMKയുടെ സംഘടനാ സംവിധാനത്തെയുമാണ് ഇവിടെ വിജയ് നേരിടേണ്ടത്. ശേഖർ കഴിഞ്ഞ തവണ സഭയിലെത്തിയത് 54,976 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. ഒപ്പം മണ്ഡലത്തിലെ പലരെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധം. NDA മുന്നണിയിൽ PMKയ്ക്കാണ് സീറ്റ്. സ്ത്രീ വോട്ടർമാരെ TVK ലക്ഷ്യമിടുമ്പോൾ തിലകഭാമയാണ് PMK സ്ഥാനാർത്ഥി. പെരമ്പൂരിൽ വിജയ്ക്ക് എതിരാളി DMK, PMK സ്ഥാനാർത്ഥികളെങ്കിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ DMKയും AADMKയുമാണ്. ജാതി സമവാക്യം ഇവിടെയും നിർണായകം. ഹിന്ദു വെള്ളാളർ, ക്രിസ്ത്യൻ വെള്ളാളർ, മുസ്ലിം, മറ്റു മതസ്ഥർ എന്നിവർക്ക് സ്വാധീനമുള്ള മണ്ഡലം. വിജയ് മാത്രമല്ല, സിറ്റിംഗ് MLAയും DMK സ്ഥാനാർത്ഥിയുമായ ഇനിഗോ ഇരുദയരാജും ക്രിസ്ത്യൻ വെള്ളാളർ സമുദായത്തിനുള്ളവർ. ADMK സ്ഥാനാർത്ഥി G രാജശേഖരൻ ഹിന്ദു വെള്ളാളർ വിഭാഗവും. ക്രൈസ്തവ സഭയുമായി ഇരുദയരാജിന് നല്ല ബന്ധം. ഇരുദയരാജിന് സഭകൾ ഇതിനോടകം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം 53,797 വോട്ടുകൾ. എങ്കിലും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം വോട്ടുകൾ വിജയ് സമാഹരിക്കുമെന്ന് കണക്കൂട്ടുന്നവരാണ് ഏറെയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: രണ്ടിടത്തും കഴിഞ്ഞ തവണത്തേതുപോലെ ഏകപക്ഷീയമാകില്ല ഇത്തവണ ജനവിധി. മത്സരം ശക്തം. അപ്പോഴും വോട്ടർമാർ തന്നെ നിശ്ചയിക്കും. താരമൂല്യമുള്ള ഭാവിയിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന വിജയ് വേണമോ, അതോ മണ്ഡലത്തിൽ പരിചിതമായ സ്ഥാനാർത്ഥികൾ തുടരണമോ?